ഹായ് എവരി വൺ, വെൽക്കം ടു ദിഷ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് തന്നെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ NTPCയുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. October 13 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. പോയി അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. എന്തുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്? സൈറ്റ് ഹാങ് ആവുന്ന ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്തോളാം. അതോടൊപ്പം പറയാനുള്ളത് NTPC 2019 നടന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് NTPC എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അങ്ങനെ ഒരു വല്ല ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തോളുക. കാരണം ഇനി ഈ ഒരു എക്സാം നടക്കുന്നത് തന്നെ ഒരു 3-4-5 മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ALP RPF തുടങ്ങിയ റെയിൽവേ എക്സാംസ് ഒക്കെ നടത്താനുണ്ട്. അതൊക്കെയാണ് ആദ്യം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ NTPCയുടെ എക്സാം നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞാണ് NTPCയുടെ എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി എപ്പോഴാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു ടൈം ഗ്യാപ്പ് 5 വർഷം കഴിഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇനി എപ്പോൾ വിളിക്കും എന്നുള്ളത് നമുക്കൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മെയിനായിട്ട് ഒരു കാര്യം കൂടെ ആലോചിക്കുക. 5 വർഷം മുന്നേ 30,000+ വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 10,000+ വേക്കൻസീസ് ആണ് ഉള്ളത്. 5 വർഷം കഴിഞ്ഞ് ഈ ഒരു വേക്കൻസി കൂടും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ 10,000+ വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും വേക്കൻസി കുറയോ കൂടുമോ എന്നുള്ളതും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെ NTPC എക്സാം അറ്റൻഡ് ചെയ്യുക. NTPC എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് ബുക്ക് പഠിക്കണം, ഇനി എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി കണ്ട് ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് തന്നെ NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. SSC എക്സാംസിലൊക്കെ ഏറ്റവും ഹയസ്റ്റ് എക്സാം ആയിട്ട് ഉള്ളത് CGL എക്സാമാണ്. അത്രയും ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല NTPC എക്സാംസിന് വരുന്നത്. റെയിൽവേയിലെ NTPC എക്സാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 3 മന്ത്സ് കൊണ്ട് നിങ്ങളുടെ ടോപ്പിക്സ് കവർ ചെയ്യുക, നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുക. മാക്സിമം നല്ലൊരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക. മോക്ക് ടെസ്റ്റ് എടുക്കുക മാത്രം ചെയ്താൽ പോരാ, നല്ല രീതിക്ക് അനലൈസ് ചെയ്യുക. പിന്നെ മെയിൻ റിവിഷൻ. ഇനി നമ്മുടെ സെക്ഷനിൽ പോകുമ്പോഴും പറയാനുള്ളത് എനിക്ക് അതാണ്. കറണ്ട് അഫയേഴ്സ് ആണ്. GK കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ കുറച്ച് പാടാണ്. കാരണം അത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ കിടക്കുന്ന കാര്യമാണ്. അത് ഓർത്ത് വെച്ച് നമ്മൾ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ടാസ്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് Monday to Friday നിങ്ങൾ എന്ത് പഠിക്കുന്നോ അത് നിങ്ങൾ Saturday Sunday റിവിഷൻ ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. NTPC ഒരു വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ലാഗ് എടുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ളത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നരുത് എന്ന് വിചാരിച്ച് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതുപോലെ ക്യാപ്സ്യൂളായിട്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു NTPC എക്സാംസിന് മുന്നേ അത്യാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഉള്ള മിനിസ്റ്റേഴ്സ് ഇനി മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റംസാർ സൈറ്റ് ഇപ്പോൾ നമ്മൾ പഠിക്കും, ഓക്കെ 18 അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ കൂടുന്നോ കുറയുന്നോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ അപ്ഡേഷൻ ഇത് ഇപ്പോൾ നമുക്ക് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൂടെ പഠിക്കുക. അതാണ് കറണ്ട് അഫയേഴ്സിലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റീസെൻ്റ്ലി വിച്ച് കൺട്രി won 9th ഗവൺമെൻറ് ടെക് പ്രൈസ് ഫോർ AI പവേർഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവ്? AI പവേർഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിന് 9th ഗവൺമെൻറ് ടെക് അവാർഡ് ഏത് കൺട്രിക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഏത് വർഷത്തെ കാര്യമാണ് പറയുന്നത്? 2024 കാര്യമാണ് അല്ലേ പറയുന്നത്. 2024 എത്രാമത്തെ ഗവൺമെൻറ് ടെക് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്? 9th. അപ്പോൾ ഇത്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം 9th ഗവൺമെൻറ് ടെക് പ്രൈസ് കൊടുക്കുന്നത് ഏത് വർഷത്തിലാണ്? 2024 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് കൺട്രിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 9th ടെക് പ്രൈസ് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. എന്ത്? AI പവേർഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിന് കൊടുക്കുന്ന ഒരു പ്രൈസാണ് 9th അല്ലെങ്കിൽ ഗവൺമെൻറ് ടെക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോദിക്കുകയാണ് ഗവൺമെൻറ് ടെക് പ്രൈസ് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഓപ്ഷനായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തിനാണ് കൊടുക്കുന്നത്? AI പവേർഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കൺട്രിയിലാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏത് കൺട്രിക്കാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യക്കാണ് ഈ ഒരു പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്ത ഇനിഷ്യേറ്റീവിൻ്റെ പേരാണ് IRASTE എന്ന് പറയുന്നത്. IRASTE. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ? ഇൻ്റലിജൻറ്റ് സൊല്യൂഷൻ ഫോർ റോഡ് സേഫ്റ്റി ത്രൂ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്. എന്താണ്? ഇൻ്റലിജൻറ്റ് സൊല്യൂഷൻ ഫോർ റോഡ് സേഫ്റ്റി ത്രൂ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഏതിൻ്റെ അണ്ടറിലാണ് ഈ ഇനിഷ്യേറ്റീവ് നടന്നിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആയിരിക്കുമല്ലോ. AI പവേർഡ് റോഡ് ട്രാൻസ്പോർട്ട് സേഫ്റ്റി ഇനിഷ്യേറ്റീവ് ആണല്ലോ എന്തായാലും. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൈസ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആയിരിക്കും. അതുപോലെ ഇന്ത്യക്ക് ഈ ഒരു പ്രൈസ് കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് 2024 വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് നടക്കുമ്പോഴാണ് ഈ ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പോൾ ഈ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് എവിടെ വെച്ച് നടന്നിട്ടുള്ളത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എവിടെ വെച്ച് നടന്നെന്ന് പറയാം? ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് 2024 എവിടെ വെച്ച് നടന്നു എന്ന് പറയാം? ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അതുപോലെ 9th ഗവൺമെൻറ് ടെക് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഏത് രാജ്യത്തിനാണ്? നമ്മുടെ ഇന്ത്യക്കാണ്. എന്തിനാണ് ആ പ്രൈസ് കൊടുക്കുന്നത്? AI പവേർഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിനാണ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹൂ ലോഞ്ച്ഡ് അബാർ? വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ്. അബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ് ആണ് അബാർ എന്ന് പറയുന്നത്. വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ് ആണ് അബാർ എന്ന് പറയുന്നത്. യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ഡോക്യുമെന്റ് ID ആണ് എന്തെന്ന് പറയുന്നത്? അബാർ എന്ന് പറയുന്നത്. ഇനി ആരാണത് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആരാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നത് ആരാണ്? PM മോദിയാണ് അല്ലേ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളതും PM മോദി ആയിരിക്കോ? അല്ല കേട്ടോ, PM മോദി അല്ല. ഇനി ആരായിരിക്കും ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഇതാരായിരിക്കും ലോഞ്ച് ചെയ്തിട്ടുള്ളത്? അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് ചില ഓപ്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ഒന്നും അറിയാൻ പാടില്ല എന്നാൽ കറക്കി കുത്താം എന്നുള്ളൊരു ടൈം വരുമ്പോൾ എങ്ങനെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം? നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് അല്ലേ അബാർ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കത്തില്ലേ? ആരാ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? ധർമ്മേന്ദ്ര പ്രതാപാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അബാർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അബാറിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. അബാറിൻ്റെ ഫുൾ ഫോം ആണ് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അബാറിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി ആണ് അബാർ എന്ന് പറയുന്നത്. വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ് ആണ് അബാർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ NTPC എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ള ആസ്പിറൻസിന് ദിശ അക്കാഡമി പുതിയ NTPC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ 300+ ലൈവ് ക്ലാസ്സസ് കിട്ടുന്നതാണ്. 200+ റെയിൽവേ ഫൗണ്ടേഷൻ ക്ലാസ്സും കൂടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ടും കാണുന്നതായിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ്
ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ഇതിൻ്റെ നമ്പർ, ഈ ഒരു കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സിറ്റി ലോഞ്ച്ഡ് വേൾഡ്സ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ്? ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് സിറ്റി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് സിറ്റി ലോഞ്ച്ഡ് വേൾഡ്സ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ്? വേൾഡ്സ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്ത സിറ്റി ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് സിറ്റി ആയിരിക്കും? ദുബായ് ആണ് കേട്ടോ. ദുബായ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിച്ച് സിറ്റി ലോഞ്ച്ഡ് വേൾഡ്സ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ്? ദുബായ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റിൻ്റെ ടൈമിലാണ് കേട്ടോ. 2024 വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റിൻ്റെ ടൈമിലാണ് ഈ ഒരു കാര്യവും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്? ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് സിറ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സിറ്റിയാണ്? ദുബായ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏത് സിറ്റിയാണ്? ദുബായ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Where is the 7th edition of Indian Ocean Conference held? 7th edition of Indian Ocean Conference held ചെയ്തിട്ടുള്ളത് എവിടെ വച്ചിട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 7th edition of Indian Ocean എന്ന് പറയുന്നത് 2024 വെച്ചിട്ടാണ് കേട്ടോ നടന്നിട്ടുള്ളത്. 2024 ആണ് 7th edition of Indian Ocean കോൺഫറൻസ്. 2024 നടന്ന കോൺഫറൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 2024 എത്രാമത്തെയാണ്? 7th എഡിഷൻ ആണ്. എത്രാമത്തെയാണ്? 7th എഡിഷൻ ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെ വെച്ചിട്ടാണ്? ആസ്ട്രേലിയ, ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക. എവിടെ വെച്ചായിരിക്കും 7th എഡിഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് നടന്നിട്ടുണ്ടാവുക? എവിടെ വെച്ചിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക? ആസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? ആസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് 7th എഡിഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 7th എഡിഷൻ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? പെർത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? പെർത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ പെർത്തിൽ വെച്ചിട്ടാണ് 7th എഡിഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 7th എഡിഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തീം ഇമ്പോർട്ടൻ്റ് ആണ്. തീം എന്താണെന്ന് നോക്കിയേ. ടുവേർഡ്സ് എ സ്റ്റേബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഇന്ത്യൻ ഓഷ്യൻ. എന്താണ്? ടുവേർഡ്സ് എ സ്റ്റേബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഇന്ത്യൻ ഓഷ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് എന്ന്. വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024 വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റിന്റെ തീം എന്താണെന്ന് അറിയാമോ? 2024 വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റിന്റെ തീം എന്താണെന്ന് അറിയാമോ? ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്സ്. അങ്ങനെയാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2024 വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റിന്റെ തീം എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്സ്. അതാണ് അതിൻ്റെ തീം. അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് നോക്കിയേ. 7th ഓഷ്യൻ അല്ലെങ്കിൽ 2024 ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 7th എഡിഷൻ ഓഫ് കോൺഫറൻസ് എന്നും പറയാം, അല്ലെങ്കിൽ 2024 ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ്. അതിൻ്റെ തീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടുവേർഡ്സ് എ സ്റ്റേബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത്. എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്? പെർത്തിൽ വെച്ചിട്ട് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഇന്ത്യൻ ഫൗണ്ടേഷൻ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഇന്ത്യൻ ഫൗണ്ടേഷനാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ആരാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്? മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആരാണ്? എസ് ജയശങ്കർ അല്ലേ?
എസ് ജയശങ്കർ. അപ്പോൾ എസ് ജയശങ്കർ ആണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഇന്ത്യ ഫൗണ്ടേഷനും കൂടി ചേർന്നാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7th എഡിഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്, ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Where was the statue of General Bipin Rawat unveiled? General Bipin Rawat statue of General Bipin Rawat unveil ചെയ്തിട്ടുള്ളത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെ ആയിരിക്കും അൺവീൽ ചെയ്തിട്ടുള്ളത്? Where was the statue of General Bipin Rawat? ആദ്യത്തെ CDS ആണ് കേട്ടോ, ആദ്യത്തെ CDS ആണ് അദ്ദേഹം. അപ്പോൾ എവിടെ വെച്ചിട്ടായിരിക്കും അൺവീൽ ചെയ്തിട്ടുള്ളത്? ഡെറാഡൂണിൽ വെച്ചിട്ടാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്? ഡെറാഡൂണിൽ വെച്ചിട്ടാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അൺവീൽഡ് ബൈ ആരായിരിക്കും അൺവീൽ ചെയ്തിട്ടുള്ളത്? ഡിഫൻസ് മിനിസ്റ്റർ ആണ് കേട്ടോ അൺവീൽ ചെയ്തിട്ടുള്ളത്. ആരാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്? ഡിഫൻസ് മിനിസ്റ്റർ ആണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ആരാണ്? രാജ്നാഥ് സിംഗ്. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് ഡിഫൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ വർഷമാണ് ഇത് അൺവീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് സ്റ്റാച്യു ഓഫ് ജനറൽ ബിപിൻ റാവത്ത് അൺവീൽ ചെയ്തിട്ടുള്ളത്. ആരാണ് ബിപിൻ റാവത്ത് എന്ന് പറയുന്നത്? വാസ് ദ ഫസ്റ്റ് CDS, ഇന്ത്യയിലെ ആദ്യത്തെ CDS. എന്താണ് CDS? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് CDS. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ബിപിൻ റാവത്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്? ഡെറാഡൂണിൽ വെച്ചിട്ടാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം 2021 ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മരണാനന്തരം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 2022 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനി ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വേണമല്ലോ. അതാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അനിൽ ചൗഹാൻ ആണ്. ഒന്നുകിൽ ഇങ്ങനെ പറയാം, ആഫ്റ്റർ ബിപിൻ റാവത്ത് ആരാണ് ചീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അനിൽ ചൗഹാൻ. അതല്ലെങ്കിൽ ബിപിൻ റാവത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് CDS ആണ് അല്ലേ, ഫസ്റ്റ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ്. അപ്പോൾ സെക്കൻഡ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും? ജനറൽ അനിൽ ചൗഹാൻ എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് CDS അല്ലെങ്കിൽ കറണ്ട് CDS ആരാന്ന് ചോദിച്ചാലും ആരെന്നാ പറയാ? ജനറൽ അനിൽ ചൗഹാൻ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ നിങ്ങൾക്ക്? ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സ്റ്റാച്യു ഓഫ് ജനറൽ ബിപിൻ റാവത്ത് അൺവീൽ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗ് ആണ്. എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂണിൽ വെച്ചിട്ടാണ്. ആരാണ് ഈ ബിപിൻ റാവത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ CDS ആണ്, അല്ലെങ്കിൽ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ്, അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 2022 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ മരണാനന്തരം കിട്ടിയ അവാർഡാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ശേഷം സെക്കൻഡ് ആരാണ് വന്നിട്ടുള്ളത്? അനിൽ ചൗഹാൻ ആണ് വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇപ്പൊ കറന്റ്ലി CDS എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ഓതേർഡ് എ ബുക്ക് ടൈറ്റിൽഡ് മഹാസ്വാപ്നികൂട്? സ്വപ്നക്കൂട് എന്ന് പറയപ്പെടും. അതല്ല, അതിൻ്റെ ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ മഹാസ്വാപ്നികൂട്. ഓക്കെ, മഹാസ്വാപ്നികൂട് ടൈറ്റിൽ, അങ്ങനെ ഒരു ടൈറ്റിൽ വരുന്ന ബുക്ക് ഓതർ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അനീഷ് ദേശായി, P. വിക്രം, ചേതൻ ഭഗത്, ഇവരെല്ലാവരും അല്ല. ആരായിരിക്കും ആൻസർ? ആരാണ് മഹാസ്വാപ്നികൂട് എന്ന് പറയുന്ന ബുക്ക് ഓതർ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്? ഇതും ഈ വർഷം തന്നെ 2024 പുറത്തിറക്കിയ ബുക്കാണ്. എന്താണ് ബുക്കിന്റെ പേര്? മഹാസ്വാപ്നികൂട്. എന്താ ബുക്കിന്റെ പേര്? മഹാസ്വാപ്നികൂട് എന്നുള്ളതാണ് ബുക്കിന്റെ പേര്. ആരാണ് ഓതർ? P. വിക്രം. ആരാണ് ഓതർ? P. വിക്രമാണ്. വിക്രം പുലയാണ് ഓതർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ മഹാസ്വാപ്നികൂട്, അതിന് ഇംഗ്ലീഷിൽ എന്താ പേര് പറയാ? എ ഗ്രേറ്റ് വിഷണറി. എന്താ പേര് പറയാ? എ ഗ്രേറ്റ് വിഷണറി. മഹാസ്വാപ്നികൂടിന്റെ ഇംഗ്ലീഷ് പേരെന്താണ് പറയാ ബുക്കിന്? എ ഗ്രേറ്റ് വിഷണറി എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഓതർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വിക്രമാണ്. ലോഞ്ച് ചെയ്തത് എൻ ചന്ദ്രബാബു നായിഡു ആണ് കേട്ടോ. എൻ ചന്ദ്രബാബു നായിഡു ആണ്. ഫോർമർ ആന്ധ്രാപ്രദേശ് CM ആണ്. അദ്ദേഹത്തിന്റെ കഥ തന്നെയാണ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പബ്ലിഷ്ഡ് ബൈ NRI കൊടൂരി വെങ്കടാണ് കേട്ടോ. NRI കൊടൂരി വെങ്കടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലോഞ്ച് ചെയ്തിട്ടുള്ളത് എൻ ചന്ദ്രബാബു നായിഡു ആണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അപ്പൊ മഹാസ്വാപ്നികൂട് ഓതർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പി വിക്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബുക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When is International Epilepsy Day celebrated every year? എല്ലാ വർഷവും ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പിലെപ്സി ഡേ? എന്താണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്? ബ്രെയിനിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ബ്രെയിനിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നെർവ് സെൽസിൻ്റെ ഡിസോർഡറിനെയാണ് ഈ ഒരു എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിലെപ്സി ഡേ, ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നാണ്? എന്തായാലും ഫെബ്രുവരി ആണെന്ന് മനസ്സിലായല്ലേ? ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിൽ എന്നാണ്? സെക്കൻഡ് മൺഡേ. ഫെബ്രുവരിയിലെ സെക്കൻഡ് മൺഡേയിലാണ് എല്ലാ വർഷവും ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എപ്പിലെപ്സി എന്താണ്? ഇറ്റ് ഈസ് എ ഡിസോർഡർ ഇൻ വിച്ച് നെർവ് സെൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. It is the disorder in which nerve cell activity in the brain is disturbed. ബ്രെയിനിലെ nerve cell activityയെ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റർബ് ചെയ്യുന്നു. ആ ഒരു ഡിസോർഡറിന് പറയുന്ന പേരാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിലെപ്സി അല്ലെങ്കിൽ ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിലെ സെക്കൻഡ് മൺഡേയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2024 ഈ ഒരു ദിവസം എന്തായാലും കടന്നുപോയല്ലോ. അപ്പോൾ അതിൻ്റെ തീം എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേയുടെ തീം എന്ന് പറയുന്നത്? മൈൽ സ്റ്റോൺസ് ഓൺ മൈ എപ്പിലെപ്സി ജേണി. ഓക്കെ, എന്താണ്? മൈൽ സ്റ്റോൺസ് ഓൺ മൈ എപ്പിലെപ്സി ജേണി. ഇതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. എന്താണ് തീം എന്ന് പറയുന്നത്? മൈൽ സ്റ്റോൺസ് ഓൺ മൈ എപ്പിലെപ്സി ജേണി. ഇതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. EPFO has fixed an dash percentage interest rate on employees provident fund for 2023-24. 2023-24 പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ EPFO ഒരു ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ, എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഒരു ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ് ആ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര പെർസെൻറ്റേജ് ആണ് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? എത്ര പെർസെൻറ്റേജ് ആണ്? നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് എന്നാ തോന്നുന്നത്? എത്ര പെർസെൻറ്റേജ് ആണ്? 8.25% ആണ് കേട്ടോ. 8.25% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ EPFO എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. എന്താണ് EPFO എന്ന് പറയുന്നത്? എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്നുള്ള, നിങ്ങൾ ഒരു ജോബിന് കയറുമ്പോൾ പറയത്തില്ലേ പ്രൊവിഡൻറ്റ് ഫണ്ട് കാണുമെന്ന്. അപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് EPFO. ഇപ്പോൾ നിലവിൽ EPFO ഒരു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ 2023-24 എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര പെർസെൻറ്റേജ് ആണ്? 8.25% ആണ്. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്?
EPFO എന്ന് പറയുന്നത് അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ആണ് EPFO. അതല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഈ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ് 1952 നിലവിൽ വരുന്നത്. ആൻഡ് ഇത് ഫങ്ഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ആരാണ് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്? മൻസുഖ് മാണ്ഡവ്യ ആണ് കേട്ടോ. മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യയാണ് എന്ത് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അതിന് മുന്നേ ആരായിരുന്നു? ആരോഗ്യ മിനിസ്റ്റർ ആയിരുന്നു അല്ലേ, ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ ആരാണ്? ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ. നിലവിലെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ ആണ് മൻസുഖ് മാണ്ഡവ്യ. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് ഈ EPFO വർക്ക് ചെയ്യുന്നത്. അപ്പോൾ EPFO എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ആണ്. എന്നാണ് ഇത് വന്നതെന്ന് ചോദിച്ചാൽ 1952 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് 2023-24 പ്രൊവിഡന്റ് ഫണ്ട് എംപ്ലോയീസിന്റെ പ്രൊവിഡന്റ് ഫണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? 8.25% ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which country won 2024 Under-19 Cricket World Cup title? Okay, 2024 Under-19 Cricket World Cup title നേടിയിട്ടുള്ളത് ഏത് കൺട്രിയാണ്? ഇന്ത്യ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ. ഏത് കൺട്രിക്കാണ് കിട്ടിയിട്ടുള്ളത്? സ്പോർട്സ് അറിയാവുന്ന ഒത്തിരി അല്ലെങ്കിൽ സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി ആസ്പിറൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ പെട്ടെന്ന് നോക്കി പറഞ്ഞേ, ഏത് കൺട്രിക്കാണ് കിട്ടിയിട്ടുള്ളത്? Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത് ഏത് കൺട്രിക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് കൺട്രിക്കാണ്? ഓസ്ട്രേലിയ. ഏത് കൺട്രിക്കാണ് കിട്ടിയിട്ടുള്ളത്? ഓസ്ട്രേലിയക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയക്ക് 2024 Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അത് ഹോസ്റ്റ് ചെയ്തത് 2024 Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയാണ്. ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? സൗത്ത് ആഫ്രിക്കയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. റണ്ണറപ്പ് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. റണ്ണറപ്പ് ആരാണ്? ഇന്ത്യയാണ്. ജയിച്ചിട്ടുള്ളത് ആരാണ്? അല്ലെങ്കിൽ ആ ടൈറ്റിൽ വൺ ചെയ്തിട്ടുള്ളത് ആരാണ്? ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ആരാണ്? ഇന്ത്യയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് ഏതാണ്? അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വേന മഫക്ക. സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ക്വേന മഫക്ക ആണ് എന്ത് പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. ചാമ്പ്യൻ ആരാണ്? ഓസ്ട്രേലിയ. അവരുടെ 4th ടൈമാണ് ഈ ടൈറ്റിൽ കിട്ടുന്നത്. ഓക്കെ, 4th ടൈമാണ് ഓസ്ട്രേലിയക്ക് Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടൈറ്റിൽ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഏത് കൺട്രിക്കാണ് 2024 Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടൈറ്റിൽ കിട്ടുന്നത്? ഓസ്ട്രേലിയ. റണ്ണറപ്പ് ആരാണ്? നമ്മുടെ ഇന്ത്യ. ആരാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? സൗത്ത് ആഫ്രിക്ക. പ്ലെയർ ഓഫ് ദ സീരീസ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ക്വേന മഫക്ക. അദ്ദേഹം എവിടുത്തെ ആളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ ആളാണ്. ഓസ്ട്രേലിയക്ക് എത്രാമത്തെ തവണയാണ് ഈ ഒരു Under-19 വേൾഡ് കപ്പ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എത്രാമത്തെ തവണയാണ്? 4ാമത്തെ തവണയാണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ക്വസ്റ്റ്യൻ കണ്ടോ? ഹൂ ബിക്കെയിം ബ്രാൻഡ് അംബാസിഡർ ഫോർ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നത്? ഹൂ ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണെന്നറിയാമോ? ഓപ്ഷൻ എ ആണ് കേട്ടോ. നരേന്ദ്രകുമാർ യാദവിനെയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പേരെന്താണ്? ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പേരെന്താണ്? ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരാണ് വന്നിട്ടുള്ളത്? നരേന്ദ്രകുമാർ യാദവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നരേന്ദ്രകുമാർ യാദവ് ആണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതെന്തിനാണ് ഈ ഒരു മൂവ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ് ആണോന്ന് എന്ത് ചെയ്യുക, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക, പീപ്പിളിനെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൾക്കാരുടെ ഹെൽത്തും ഫിറ്റ്നസ്സൊക്കെ ഓക്കെ ആണ്, അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്തും അതുപോലെ ഫിറ്റ്നസ്സും ഓക്കെ ആണ് എന്ന് റിമൈൻഡ് ചെയ്യിക്കാനാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടു എൻകറേജ് പീപ്പിൾ ടു റിമൈൻ ഹെൽത്തി ആൻഡ് ഫിറ്റ്, അതാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്. ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോദി തന്നെയാണ്. ഈ കാര്യം മോദി തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ കാര്യം ലോഞ്ച് ചെയ്തത് ആരാണ്? PM മോദിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നേഷൻ വൈഡ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നരേന്ദ്രകുമാർ യാദവിനെയാണ്. ആരെയാണ്? നരേന്ദ്രകുമാർ യാദവിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ബിക്കെയിം ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് ആസ് ഫോർ IPL 2024? As for IPL 2024, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ, ഇത് ഉറപ്പായിട്ടും ഒത്തിരി ആൾക്കാർക്ക് അറിയായിരിക്കും അല്ലേ? ആരായിരിക്കും ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? ആരാണ്? കത്രീന കൈഫ്. ഓക്കെ, ആരാണ്? കത്രീന കൈഫ് ആണ് 2024 IPLന്റെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ CSKയുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? കത്രീന കൈഫിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ appointed as the first trans woman traveling ticket examiner TTE of Southern Railway? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NTPC എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച്, അതും സൗത്ത് സോണിലൊക്കെ എക്സാം, ചെന്നൈ അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രമൊക്കെ സോൺ വെച്ച് എക്സാം എഴുതുന്നവർക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറയുന്നത്, ആരാണ് ആദ്യമായിട്ട്, അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ആദ്യമായിട്ട് ഫസ്റ്റ് ട്രാൻസ് വുമൺ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ. ഓക്കെ, TTE NTPCയിൽ നല്ലൊരു പോസ്റ്റാണ് അല്ലേ TTE എന്ന് പറയുന്നത്. അപ്പോൾ TTE സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ NTPC എക്സാമാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത്. അതറിയാലോ അല്ലേ? റെയിൽവേ എക്സാമിനാണ്, അതിനാണല്ലോ നമ്മൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ്റെയും ഓഫ്ലൈനിലെയും ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊടുക്കുക, അത് ഈ വർഷം തന്നെ നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, സതേൺ റെയിൽവേയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സതേൺ റെയിൽവേയിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ TTE. എന്താണ്? ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ TTE ആയിട്ട് സതേൺ റെയിൽവേയിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ആയിട്ട് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരെയായിരിക്കും? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഷിഫ്റ്റിൽ ഉറപ്പായിട്ടും ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കും. ഓക്കെ, who has been appointed as the first trans woman traveling ticket examiner of Southern Railway? ആരായിരിക്കും? ആൻസർ സിന്ധു ഗണപതി. ആരാണ്? സിന്ധു ഗണപതി. ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? സിന്ധു ഗണപതിയെയാണ് കേട്ടോ. ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? സിന്ധു ഗണപതി. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ട്രാൻസ് വുമൺ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ഓഫ് സതേൺ റെയിൽവേ. ആരാണ്? സിന്ധു ഗണപതി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഹോസ്റ്റഡ് റോഡ് ടു പാരീസ് 2024 കോൺഫറൻസ്? 2024 നടന്ന കോൺഫറൻസ് ആണ് റോഡ് ടു പാരീസ് 2024 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? നോക്കിയ WHO, NADA,
സ്പോർട്സ് മിനിസ്ട്രി, ICCI. ആരായിരിക്കും ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? NADA ആണ് കേട്ടോ. NADA ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ത്? ഹു ഹോസ്റ്റഡ് റോഡ് ടു പാരീസ് 2024 കോൺഫറൻസ്. കോൺഫറൻസിന്റെ പേരെന്താണ്? റോഡ് ടു പാരീസ് 2024. റോഡ് ടു പാരീസ് 2024 കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? NADA ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, NADA എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി ആണ് NADA. ഈ ഒരു കോൺഫറൻസ് എന്തിനാണ് നടത്തുന്നത്? പ്രൊമോട്ടിംഗ് ക്ലീൻ സ്പോർട്സ് ആൻഡ് ആന്റി ഡോപ്പിംഗ് യൂണിറ്റി. ക്ലീൻ സ്പോർട്സിനും അതുപോലെ തന്നെ ആന്റി ഡോപ്പിംഗ് യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺഫറൻസ് നടത്തുന്നത്. എന്താണ് ആന്റി ഡോപ്പിംഗ് എന്നൊക്കെ പറയുന്നത്? അത്ലറ്റ്സിന് ഈ ഒരു ഗെയിം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർ ഡോപ്പമൈൻ അതുപോലത്തെ എനർജി കൊടുക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യമാണ് ആന്റി ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആന്റി ഡോപ്പിംഗും അതുപോലെ തന്നെ ആന്റി ഡോപ്പിംഗ് യൂണിറ്റിക്കും അതുപോലെ ക്ലീൻ സ്പോർട്സിനും വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? റോഡ് ടു പാരീസ് 2024 കോൺഫറൻസ് നടത്തുന്നത്. അത് ആരാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? NADA ആണ്. NADAയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. ഓക്കെ, ആരാണ്? നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. അപ്പോൾ റോഡ് ടു പാരീസ് 2024 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരണം? ഇത് അത്ലറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്, ആന്റി ഡോപ്പിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ അത് നടത്തുന്നത് ആരാണ്? NADA ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ സൈൻഡ് 200 million loan for Brahmaputra river project in which bank? With which bank? ഏത് ബാങ്കുമായിട്ട് ചേർന്നിട്ടാണ് ബ്രഹ്മപുത്ര റിവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 200 million ലോൺ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ 200 million ലോൺ എന്തിന് കൊടുത്തിട്ടുണ്ട്? ബ്രഹ്മപുത്ര റിവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു. അത് ഏത് ബാങ്കുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ബാങ്കുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്? ഏത് ബാങ്കുമായിട്ട്? വേൾഡ് ബാങ്ക്, ADB, അതുപോലെ തന്നെ NDB, അതുപോലെ HDFC ബാങ്ക്. ഏത് ബാങ്കുമായിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ ബ്രഹ്മപുത്ര റിവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 200 million ലോൺ സൈൻ ചെയ്തിട്ടുള്ളത്? ഏത് ബാങ്കുമായിട്ടാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ADB ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. ഏത് ബാങ്കുമായിട്ടാണ്? ADB ആയിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മപുത്ര പ്രോജക്റ്റ് എന്താണ് എയിം ചെയ്യുന്നത്? ടു ടാക്കിൾ ഫ്ലഡ് ആൻഡ് എറോഷൻ റിസ്ക് അലോങ് ദ ബ്രഹ്മപുത്ര റിവർ. എന്താ? ഇറോഷനും അതുപോലെ തന്നെ ഫ്ലഡ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലോൺ സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്രഹ്മപുത്ര റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബ്രഹ്മപുത്ര റിവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ആലോചിക്കുന്നത് എന്താണ്? അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് സുബൻസിരി, ഡിക്രോങ്, ദിബാങ്, ധൻശ്രീ, അതുപോലെ മാനസ്, ലോഹിത്, തീസ്ത. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് സുബൻസിരി, ഡിക്രോങ്, ദിബാങ്, ധൻശ്രീ, മാനസ്, ലോഹിത്, തീസ്ത. ഓക്കെ, ഇതിൻ്റെ ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിമായുങ്തുങ് ഗ്ലേസിയർ ആണ് അല്ലേ? ചിമായുങ്തുങ് ഗ്ലേസിയർ ആണ് ഫ്രം മാനസരോവർ അല്ലേ? ഇതാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ഒറിജിൻ മാനസരോവർ, ചിമായുങ്തുങ് ഗ്ലേസിയർ ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുബൻസിരി, ഡിക്രോങ്, ദിബാങ്, ധൻശ്രീ, മാനസ്, അതുപോലെ ലോഹിത്, തീസ്ത. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്പേസ് ഏജൻസി ലോഞ്ച്ഡ് സ്പേസ് മിഷൻ ടു സ്റ്റഡി ഓഷൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ? ഓഷനെയും അറ്റ്മോസ്ഫിയറിനെയും പഠിക്കുവാൻ വേണ്ടിയിട്ട് സ്പേസ് മിഷൻ, PACE മിഷൻ, സ്പേസ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് സ്പേസ് ഏജൻസി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്പേസ് ഏജൻസിയാണ്? ISRO, നാസ, ESA, JAXA. ഏത് സ്പേസ് ഏജൻസിയാണ് ഓഷനെയും അതുപോലെ അറ്റ്മോസ്ഫിയറിനെയും പഠിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? ഏതാണെന്നറിയാമോ? നാസ. ഏതാണ്? നാസ. നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ നാസ എവിടെയാണെന്ന് അറിയാമോ? എവിടെയാണ്?
വാഷിങ്ടൺ DC അല്ലേ? വാഷിങ്ടൺ DC-യിലല്ലേ? വാഷിങ്ടൺ DC-യിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നാസ. അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് പേസ്? പേസിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കിയേ നിങ്ങൾ. എന്താണ്? പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. എന്താണ്? പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. അതാണ് പേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. അപ്പോൾ പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം ഇത് എർത്ത് ഒബ്സർവിങ് സാറ്റലൈറ്റ് മിഷൻ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, നാസയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. ഏത് സ്പേസ് ഏജൻസിയാണ് പേസ് മിഷൻ കൊണ്ടുവരുന്നത്? എന്താണ് പേസ് മിഷൻ എന്ന് പറഞ്ഞാൽ? ഓഷനെ പറ്റിയും അറ്റ്മോസ്ഫിയറിനെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മിഷനാണ് പേസ് മിഷൻ. ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നാസയാണ്. പേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട്. നമുക്ക് മുന്നിൽ അത്യാവശ്യം ടൈമുണ്ട്, നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്തോളാം. നിങ്ങൾക്ക് സ്ട്രാറ്റജി എങ്ങനെ NTPC പഠിക്കണം, അല്ലെങ്കിൽ ഏത് ബുക്ക് റെഫർ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ അതൊക്കെ നമ്മളൊരു വീഡിയോ ആക്കി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ സംശയം മാറ്റുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് മിസ് NTPC നോക്കേണ്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് NTPC പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.